ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മേരിമോളി നിക്സൺ. ഞാൻ ഇസ്രായേലിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. നാട്ടിൽ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. നമ്മുടെ ചാനൽ ആദ്യം മുതൽ നമ്മൾ തുടങ്ങിയ സമയം തൊട്ട് കാണുന്ന കൂട്ടുകാർക്ക് എന്നെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത്. അതിലേറ്റവും സുപ്രധാനമായി ഞാൻ കടന്നുപോയ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മൾ നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ അത് ഭയങ്കര സന്തോഷമായിരിക്കും, നമ്മുടെ സന്തോഷത്തിൽ അവരും നമ്മളോടൊപ്പം പങ്കുചേരും എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മിഥ്യാധാരണയായിരുന്നു എനിക്ക്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എന്താ പറയുക, കണ്ണീരിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇസ്രായേലിലേക്ക് വരുന്നത് തന്നെ. പക്ഷെ എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ ആഗ്രഹിക്കത്തില്ലേ, നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അത് വളരെ സന്തോഷം ഉണ്ടാകുമായിരിക്കാം. അവർ പറയുമായിരിക്കും, എന്തായാലും നീ അത് നേടിയെടുത്തല്ലോ, നിങ്ങൾക്കത് ഉണ്ടായല്ലോ എന്ന് കരുതി അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഞങ്ങൾ കുറച്ച് സ്ഥലം മേടിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വാർത്ത ഞങ്ങളുടെ പരിസരവാസികളും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞപ്പോൾ 3-4 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് എനിക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത്. ഒരു കൂട്ടർ എന്ന് പറയുന്നത്, അവർ പറഞ്ഞു, മേടിച്ചോ ഇല്ലയോ, ഇല്ല, എന്താ പറയുക, അവർക്ക് തന്നെ ഒരു സംശയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളും ഇതേപോലെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അവരോട് പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയെടുക്കാനുള്ളത് മനുഷ്യ സഹജമാണ്. നല്ലതുപോലെ ജീവിക്കാനും നല്ല മാന്യമായ രീതിയിൽ സന്തോഷകരമായിട്ട് കുടുംബത്തോടും ജീവിത പങ്കാളിയോടും മക്കളോടും ഒക്കെ ജീവിതം ജീവിച്ച് തീർക്കാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? പിന്നെ സ്വന്തമായിട്ട് ഒരു വീട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് 1 സെന്റ് സ്ഥലം സ്വപ്നം കാണാത്ത ഏതൊരു വ്യക്തിയാണുള്ളത്? അങ്ങനെ നമ്മൾ ഈ ഒരു വാർത്ത നമ്മുടെ സഹോദരങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അറിഞ്ഞപ്പോൾ ഒരു കൂട്ടരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. വേറൊരു കൂട്ടർ എന്നോട് ഇങ്ങനെയായിരുന്നു പ്രതികരിച്ചത്, ഇതല്ലേ എടുത്തുള്ളൂ, ഇതിനെ കൊണ്ടല്ലേ ഇതെടുക്കാനല്ലേ പറ്റിയുള്ളൂ എന്നുള്ള ഒരു പ്രതികരണം. സുഹൃത്തുക്കളെ, നമ്മൾ എന്തെടുക്കുന്നു, നമ്മൾ എന്ത് നേടുന്നു, നമ്മൾ പലതും നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ പ്രായം, നമ്മുടെ ആരോഗ്യം, മക്കളോടൊപ്പം ജീവിത പങ്കാളിയോടൊപ്പം നമ്മൾ ജീവിക്കേണ്ട നമ്മുടെ ആയുസിന്റെ നല്ലൊരു ഭാഗം നമ്മളിവിടെ പ്രവാസിയായിട്ട് നമ്മൾ ജോലി ചെയ്ത് നമുക്ക് കിട്ടുന്ന 1 രൂപയാണെങ്കിൽ പോലും അതിന് നമ്മൾ മൂല്യം കൊടുത്ത് നമ്മൾ ഒരുപാട് ത്യാഗം സഹിച്ച് നമ്മളോടൊപ്പം നമ്മുടെ കുടുംബവും ആ ത്യാഗത്തിൽ പങ്കുചേർന്ന് നമ്മൾ നേടുന്നതാണ് ഓരോ ചെറിയ ചെറിയ നേട്ടങ്ങളും. മറ്റുള്ളവരുടെ കണ്ണിൽ അത് ചെറുതായിരിക്കാം, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഒന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവം രക്ഷപ്പെടാനായിട്ട് ഒരു കച്ചത്തുരുമ്പ് തരുമ്പോൾ ആരാണ് അതിൽ കയറി പിടിക്കാതെ? അതുപോലെ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് ഒരു 10,000 രൂപ പോലും എടുക്കാൻ എനിക്കോ എൻ്റെ ഭർത്താവിനെ കൊണ്ട് പറ്റാതിരുന്നൊരു സാഹചര്യത്തിൽ 10-22 ലക്ഷം രൂപ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്കെല്ലാം ക്രമീകരിച്ചു. ദൈവം എന്നെ ഈ മണ്ണി കൊണ്ടിറക്കി. അതിനെന്നും ജീവിതകാലം മുഴുവനും ഞാനും എൻ്റെ കുടുംബവും ദൈവത്തോട് എന്നും കടപ്പെട്ടവരാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ജീവിതത്തിൽ അത്രയും പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. കയ്യിൽ കാശില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരങ്ങൾക്ക് പോലും നമ്മളെ കണ്ടാൽ മനസ്സിലാകാത്ത അവസ്ഥ. നമ്മളോട് ഒരു പുച്ഛം, നമ്മളോട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വികാരമാണ് സഹാനുഭൂതി. അതുപോലും നമുക്ക് അതിനുള്ള അർഹത പോലും നമുക്ക് ഇല്ല എന്ന് അവർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ വീണ്ടും നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെട്ടു, ദൈവത്തോട് കരഞ്ഞു. ഞങ്ങളുടെ സാഹചര്യം ഇങ്ങനെയാണ്, കാരണം മനുഷ്യരാരും നമ്മളെ മനസ്സിലാക്കാനില്ല. മറ്റുള്ളവർക്ക് ഇത് വെറും ഒരു കാഴ്ചയാണ്, ഒരു കഥയാണ്. നമ്മുടെ സാഹചര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴും മറ്റുള്ളവർ കേട്ടോണ്ടിരിക്കും, കണ്ടുകൊണ്ടിരിക്കും. പോട്ടെ എന്ന് കരുതി
സാരമില്ല, എല്ലാം ശരിയാകും എന്ന് കരുതി നമ്മൾ സമാധാനിപ്പിക്കും. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് അതിൻ്റെ തീവ്രത എന്താണെന്നും അതിൻ്റെ ആഴം എന്താണെന്നും അത് എങ്ങനെ പരിഹരിക്കണമെന്നും അല്ലെങ്കിൽ അതിനെ നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണമെന്നും ഈ ലോകത്ത് നമുക്ക് മാത്രമാണ് അറിയാവുന്നത്. അതുപോലെ ഒരു വർഷത്തോളം നീണ്ടു നിന്ന എൻ്റെ ഈ പ്രവാസ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും സുപ്രധാനമായ ഒരു തിരിച്ചറിവായിരുന്നു അത്. മറ്റുള്ളവരുടെ കണ്ണിൽ അത് ചെറുതായിരിക്കാം. ഞങ്ങളുടെ ഒരു ബന്ധു വിളിച്ചിട്ട് പറഞ്ഞ, ഒരു കൊച്ചു വീടും ഒരു കുറച്ച് സ്ഥലവും അല്ലേ എടുത്തുള്ളൂ, ഇതിലും വലുതുണ്ടാക്കി കാണിക്കുക, അപ്പോഴും ഞങ്ങൾ അംഗീകരിക്കാം. സുഹൃത്തുക്കളെ, ഇവരുടെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ജീവിക്കാൻ? പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാലും മാനസികമായിട്ട് ഞാൻ ഒരുപാട് ഡൗണായി പോയി. ഇവരെന്താണ് വീണ്ടും വീണ്ടും നമ്മൾ പറയത്തില്ല, തുരന്നു പിടിച്ച് നമ്മളെ അങ്ങ് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം. നമ്മൾ ഒന്നിനും പോകുന്നില്ല, ആരുടെ ഒരു കാര്യത്തിനും നമ്മൾ പോകുന്നില്ല. നമ്മൾ നമ്മുടെ ജീവിതമേ എന്ന് കരുതി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ സാഹചര്യങ്ങൾ അതിന് പ്രതികൂലമായിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ മുമ്പോട്ട് പോയല്ലേ പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ നിമിഷം വരെ ഒരു തടസ്സവും ഇല്ലാതെ, പിന്നെ നമുക്ക് ജോലി ആയിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്നല്ല. നമുക്ക് ശരിയായ ഭക്ഷണം കിട്ടത്തില്ല, ഉറക്കം ശരിയാവുന്നില്ല, കാലാവസ്ഥ മാറ്റം, സമയം മാറ്റം. നമുക്കിപ്പം ഇന്ത്യൻ സമയവും ഇസ്രായേൽ സമയവുമായിട്ട് 3.5 മണിക്കൂർ വ്യത്യാസമാവും. ഇനി ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴാണ് വീണ്ടും കറക്റ്റ് ഒരു പൊസിഷനിലോട്ട് പോകുന്നത്. അപ്പോഴും നമുക്ക് മക്കളെ വിളിക്കണമെങ്കിൽ പോലും നമുക്ക് രാവിലെ എഴുന്നേറ്റ് മക്കളെ വിളിക്കേണ്ട ഒരവസ്ഥ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ സഹനങ്ങളാണ്, കുറേ പ്രശ്നങ്ങൾ നമ്മൾ അതിജീവിച്ചുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ നേടുന്ന ഒരു വിജയത്തിൽ മറ്റുള്ളവർ പരിതപിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ അതിനെ ചെറുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, പുച്ഛിക്കുന്നുണ്ടെങ്കിൽ, ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനപ്പുറം നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കാതെ കണ്ണീരൊക്കെ ഒന്ന് തുടച്ചു മാറ്റിയിട്ട് നമ്മളെ ഒന്ന് ബോൾഡാക്കുക. നമ്മളോട് പറയും, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചില്ലേ, ഒന്നുമില്ലാത്തിടത്ത് നിന്നും നീ ഇത്രയും നേടിയില്ലേ. നമുക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ധൈര്യമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ട സമയത്ത് എനിക്കില്ലാതെ പോയത് ആ ഒരു കാര്യമായിരുന്നു കേട്ടോ. പിന്നീട് ഒരുപാട് ഇന്ന് ചിന്തിച്ച് എടുത്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ വിജയിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പടവുകളും കയറി വരുന്നു എന്ന് കാണുമ്പോൾ ചുറ്റുമുള്ള ശത്രുക്കൾ നമ്മുടെ നേരെ കല്ലുകൾ വലിച്ചെറിയും. വലിയ പടുകൂട്ടം പാറകളൊക്കെ ആയിരിക്കും വലിച്ചെറിയുന്നത്. അത് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കും. പക്ഷേ ആ മുറിവുകൾ പറ്റി നമുക്ക് വേദനിച്ചു, നമ്മൾ അവിടെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരം അവരെന്താണോ നമ്മുടെ നേരെ എറിഞ്ഞത് അതിൽ ചവിട്ടി കയറി നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് നോക്കണം. നമ്മുടെ വിജയമായിരിക്കണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മറുപടി. അല്ലാതെ നമ്മൾ അവരോട് തിരിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടോ, നീ അങ്ങനെ പറഞ്ഞില്ലേ, എന്നോട് എങ്ങനെ സംസാരിച്ചില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും വെക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാ വിജയങ്ങളുടെ രഹസ്യം എന്നെ ഒറ്റപ്പെടുത്തിയ, എന്നെ തള്ളിപ്പറഞ്ഞ, എൻ്റെ മോശം വാക്കുകൾ പറഞ്ഞ, ഇപ്പോഴും എൻ്റെ മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, ഇവരൊക്കെ തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ താക്കോൽ. അവരുടെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ അവരോടൊക്കെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇവരാരും ഞങ്ങളെ സഹായിക്കാനില്ലായിരുന്നു, ഞങ്ങളെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമായിരുന്നു. ഒരുപാട് പേരോട് സഹായം ചോദിച്ചു. 10,000 രൂപ വരെ തന്ന ബന്ധുക്കളുണ്ട്. പക്ഷെ അപ്പോഴും അത് വേണ്ടാന്ന് പറഞ്ഞില്ല. ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളത് മേടിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അത് തിരിച്ചു കൊടുക്കാനും സാധിച്ചു. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ നമ്മളെ ചവിട്ടി താഴ്ത്തി, നമ്മളെ പരിഹസിച്ചു, നമ്മളെ കുറ്റം പറഞ്ഞു എന്ന് കരുതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാക്കിലോട്ട് പോകാതിരിക്കുക. എന്നും നമ്മുടെ ലക്ഷ്യം മുമ്പിലോട്ടായിരിക്കണം, നമ്മുടെ സ്വപ്നങ്ങളിലേക്കായിരിക്കണം, നമ്മുടെ ആഗ്രഹങ്ങളിലേക്കായിരിക്കണം. ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം, പഠിപ്പിക്കണം.
ഇതൊരു കുഞ്ഞൊരു വീഡിയോയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയ ഒരു നിർണായകമായ ഒരു പ്രശ്നമായിരുന്നത്. പക്ഷേ അതിനെ ഞാൻ ഇന്ന് എന്താ പറയുക, ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വസ്തു മാത്രമേ അതിലുള്ളൂ. പിന്നെ അതിലൊരു കുഞ്ഞൊരു വീടുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയുക, ഷീറ്റടിച്ചൊരു വീടാണ്, വലിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു ലക്ഷ്യത്തിലേക്ക് വീണ്ടും മുമ്പോട്ട് പോകുന്നു. ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം. അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു വീട്. ആ ഒരു ലക്ഷ്യത്തിലോട്ട് മുമ്പോട്ട് പോകുമ്പോഴും വീണ്ടും അതിനെതിരെ കല്ലുകൾ എറിയുമായിരിക്കാം, എറിയട്ടെ. അതിനെല്ലാം ചവിട്ടി അതിന് മുകളിലൂടെ പോകാനാണ് എനിക്കിഷ്ടം. ഇപ്പോഴെന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.